വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നതെങ്കിൽ അത് ഞാൻ പിന്നീട് അത് യൂസ് ചെയ്യത്തില്ലല്ലോ. ഇതിപ്പോൾ ഒരു വർഷത്തിന് മുകളിലായിട്ടും ഞാൻ ഇത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ ആയിട്ട് വരുമെങ്കിൽ ഇത് ഞാൻ തുടർന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് അത്രയും നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാനിത് തുടർന്നും നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലിൽ പുതിയതായിട്ടാണ് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ ഞാനൊരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടും വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടും നമ്മുടെ ഫാമിലി വ്ളോഗും ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ എൻ്റെ വൈറ്റനിങ് ക്രീമാണ് കേട്ടോ ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഞാൻ മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. പക്ഷെ വീണ്ടും എനിക്ക് ചേച്ചി അതൊന്ന് കാണിക്കുമെന്ന് പുതിയതായിട്ട് വന്ന കുറേ പേരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി എങ്ങനെയാണ് ഈ ഒരു ഗ്ലോ കിട്ടിയത്, അല്ലെങ്കിൽ ഇത്രയും കളർ എങ്ങനെ വെച്ചു എന്നുള്ളൊരു ചോദ്യം എനിക്ക് വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ വീഡിയോ ഞാൻ ഈ ചാനൽ തുടങ്ങി കുറച്ച് നാളായപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ ചാനൽ തുടങ്ങിയ ടൈം ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേരെ അത് കാണാനുള്ളായിരുന്നു. എന്നാലും ഒരു 13K 14K അതെനിക്ക് പോയായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കാം പുതിയതായിട്ട് വന്ന ആർക്കും തന്നെ ഇത് എങ്ങനെയാണ് എന്താണ് എന്നുള്ള സംഭവം അറിയില്ല. അപ്പം ഞാൻ കരുതിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചതിൽ പലതും നിങ്ങൾ എൻ്റെ ഒരു ഡേ ടൈമിലെ സ്കിൻ കെയർ റൊട്ടീൻ മാത്രമേ നിങ്ങൾ കാണാൻ കഴിയുള്ളൂ. കാരണം നൈറ്റ് ടൈമിൽ എൻ്റെ ഒരു റൊട്ടീനിൽ ആകെ വരുന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ, വൈറ്റനിങ് ക്രീമാണ്. ആ വൈറ്റനിങ് ക്രീം വീട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഹോം മെയ്ഡ് വൈറ്റനിങ് ക്രീമാണ് കേട്ടോ. ഇതാണ് കേട്ടോ സംഭവം. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഈ ഒരു സംഭവം കണ്ടോ, ഇത് കുങ്കുമപ്പൂവാണ് കേട്ടോ മേളിലിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ക്രീം കണ്ടോ, ഇത് ഇപ്പം നിങ്ങൾ കണ്ടറിയാം, ഞാൻ ഇങ്ങനെ ആട്ടുമ്പോൾ ഇത് ആടുന്നുണ്ട്. കാരണം ഇതൊരു ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. അത്ര കട്ടിയുള്ളൊരു സംഭവമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ആൽമണ്ടിൻ്റെ മിൽക്ക് എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം എനിക്കിതിൽ ഒരുപാട് അങ്ങോട്ട് ആലുവേറ ജെല്ല് യൂസ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ആലുവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മിൽക്ക് കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ ഇത് കിട്ടുന്നത്. നമുക്ക് എങ്ങനെയായാലും മതി, കാരണം നമ്മുടെ ഹോം മെയ്ഡ് ആണല്ലോ. അപ്പം ഇതാണ് സംഭവം. ഇത് സാഫ്രോണും നമ്മുടെ ആൽമണ്ടും ആലുവേറയും ഒക്കെ ചേർത്തിട്ടുള്ള വൈറ്റനിങ് ക്രീമാണ് കേട്ടോ. ഞാൻ ഇത് മാത്രമാണ് എൻ്റെ നൈറ്റിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. മുടങ്ങാതെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പം നമ്മുടെ ക്രീമിന് ആദ്യം വേണ്ടത് ബദാമാണ്. ഞാനൊരു 10-15ഓളം ബദാം എടുത്തിട്ട് തലേന്ന് കുതിർക്കാൻ വെച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഗ്ലിസറിൻ വേണം, ആലോവേറ ജെല്ല് വേണം. നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം. ടീ ട്രീ ഓയിൽ വേണം കേട്ടോ. ഇത് ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിലാണ്. സിങ്ക് ഓക്സൈഡ് പൗഡറാണ് കേട്ടോ. ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടുവേ. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ബ്രാൻഡിൻ്റെ കുങ്കുമപ്പൂവാണ് കേട്ടോ. നല്ല ബ്രാൻഡ് നോക്കി തന്നെ ഇത് എടുക്കാൻ നിൽക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു 2 ടീസ്പൂൺ സിങ്ക് ഓക്സൈഡിൻ്റെ പൗഡർ എടുത്തിട്ട് ഗ്ലിസറിൻ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ സിങ്ക് ഓക്സൈഡ് ഗ്ലിസറിന് മാത്രമേ നന്നായിട്ട് മിക്സ് ആവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ 1-2 സ്പൂൺ ഗ്ലിസറിൻ, ഞാൻ 2 സ്പൂണാണല്ലോ സിങ്ക് ഓക്സൈഡ് എടുത്തത്. അപ്പോൾ 2 സ്പൂൺ ഗ്ലിസറിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വാട്ടറിൽ ഇത് മിക്സ് ആവില്ല. സിങ്ക് ഓക്സൈഡൊക്കെ നല്ല ബ്രാൻഡ് നോക്കിയെടുക്കുക. ഞാൻ പ്രോഡക്ട്സ് എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കുതിർത്ത് വെച്ച ബദാമിൽ തൊലി കളഞ്ഞ ബദാമാണ് കേട്ടോ. ഇത് കുറച്ച് നമ്മുടെ റോസ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. കാരണം കോട്ടൻ്റെ തുണിയിലിട്ട് അരിച്ചെടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ അരിപ്പയിലാണെങ്കിൽ നല്ലൊരു തരി പോലെ കാണും കേട്ടോ. അതുകൊണ്ടാണ് കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ അരിച്ചെടുക്കണം. അരിച്ചിട്ട് ഇതിൻ്റെ പാലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈ ഒരു പാല് ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ക്രീം ഉണ്ടാക്കുന്നത്. അത് ഹോം മെയ്ഡ് നൈറ്റ് ക്രീമാണ് കേട്ടോ. വൈറ്റനിങ് ആയിട്ടുള്ള നൈറ്റ് ക്രീമാണ്. അതിൻ്റെ ബാക്കി വരുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇത് കളയണ്ട. ഇത് കൊണ്ടിട്ടുള്ള സംഭവം ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ.
എന്നിട്ട് ഇതിലേക്ക് ആ ഒരു പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പാല് നമ്മളിതേ ആ ഒരു സിങ്ക് ഓക്സൈഡ് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ആദ്യം കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കി പാല് കൂടെ ഒഴിച്ചിട്ട് ഇത് ഫുള്ള് ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ആദ്യം തന്നെ. അപ്പം ഞാൻ ബാക്കി കിട്ടിയ പാലും കൂടി ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അതായത് ആ സിങ്ക് ഓക്സൈഡും ഗ്ലിസറിനുമായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കേണ്ട സംഭവമാണ് ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ. ഇത് പിമ്പിലുള്ള സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ക്ലൈമറ്റിന് സ്കിന്നിന് ഒരു കൂളിംഗ് കിട്ടാനും നല്ലതാണ്. അപ്പോൾ ഇത് ഞാനൊരു 10 ഡ്രോപ്പോളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ സംഭവം. എന്നിട്ട് അതും ഒഴിച്ച് നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആലോവേറ ജെല്ലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരുപാട് അങ്ങോട്ട് ആലോവേറ ജെല്ലാക്കിയിട്ട് എനിക്കിതൊരു ക്രീം ആക്കണ്ട. അപ്പം ഞാനൊരു 5 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് പിരിഞ്ഞ രീതിയിൽ കിടക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചൊന്ന് അടിച്ചെടുക്കുക. അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അത് ഇപ്പോൾ കണ്ട ഈ ഒരു പിരിഞ്ഞ രീതിയിലായിരിക്കും ഇത് ആദ്യം കിടക്കുന്നത്. ഇത് കണ്ടിട്ട് പേടിക്കണ്ട. അപ്പോൾ നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ് ഇട്ട് കൊടുക്കുക. ഇത് 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കുങ്കുമപ്പൂവിൻ്റെ കളർ ഓൾറെഡി ഇതിൽ വന്നോളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ അരിച്ചെടുത്ത് വെച്ചേക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മിക്സിയുടെ ജാറിലിട്ട് അടിച്ചാലും മതി. പ്രോഡക്റ്റ്സ് ഇതിൽ യൂസ് ചെയ്യുന്നതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആയിട്ട് വാങ്ങിയെടുക്കാൻ നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ഒഴിക്കുന്നത് അതിലൊഴിച്ചിട്ട് മേളിൽ കുറച്ച് കുങ്കുമപ്പൂവും വിതറിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണം. 1 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തൊട്ടാണ് ഇതെടുത്ത് യൂസ് ചെയ്യേണ്ടത്. 1 മാസം വരെ നമുക്കിത് കേട് കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പ്രോഡക്റ്റ്സ് നല്ലത് നോക്കി വാങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി ഇതിലെ ബെനിഫിറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് കുറേ വൈറ്റനിങ് ക്രീംസുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടല്ലേ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ മെർക്കുറി കണ്ടൻറ്റ് കാണും. അതിൽ എന്തൊക്കെയാണ് യൂസ് ആവുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ക്യാൻസർ വരെ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര റിസൾട്ട് തരുമെന്ന് ഞാൻ പോലും വിചാരിക്കാത്തൊരു സാധനമാണ്. ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്നറിയോ? ഞാൻ പണ്ട്, അതായത് ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ, 2-3-4 വർഷം ആയിരുന്നു ഒന്ന് കേട്ടോ, ഏതോ ഒരു വീഡിയോയിൽ ഏതോ ഒരു ഡോക്ടറാണ് കേട്ടോ, ആള് തമിഴാണ്. ഞാൻ കോയമ്പത്തൂരിൽ നിന്നിരുന്ന സമയം 3 അല്ല കേട്ടോ, ഒരു 5 വർഷം മുന്നേ നടന്ന കാര്യമാണ് കേട്ടോ പറയണത്. 5 വർഷമായി ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ട്. അപ്പം കോയമ്പത്തൂർ നിന്നിരുന്ന ടൈമിൽ ഈ തമിഴ് ചാനൽസൊക്കെ ഞാൻ നിറയെ കാണാറുണ്ട്. അപ്പോൾ അതിലിങ്ങനെ എന്തോന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പം ഒരു ഡോക്ടർ പറഞ്ഞാണ് ആളുടെ കല്യാണ സമയത്ത് ആൾ ഇതേപോലെ ഒരു രീതിയിലുള്ള ഫേഷ്യൽസ് മുഖത്ത് ചെയ്തില്ല. കാരണം ഫേഷ്യൽസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ടൈമിൽ എഫക്റ്റ് മാത്രമേ ഉള്ളൂ, പിന്നീട് അതങ്ങ് മാറും. അതുകൊണ്ട് ആൾ ഒരു ഫേഷ്യൽസും ചെയ്തില്ല. ആൾ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബദാം ഉണ്ടല്ലോ, ബദാം മിക്സിയിൽ പൊടിച്ചിട്ട് റോസ് വാട്ടറോ എന്തോ ചേർത്തിട്ട് മുഖത്തിടുമായിരുന്നു ഡെയിലി. അങ്ങനെ അത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടതിൽ പലരും ചോദിച്ചു ഏത് ഫേഷ്യലാണ് ചെയ്തതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബദാം നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യാനായിട്ടുള്ള നല്ല പ്രോപ്പർട്ടി ഉള്ളൊരു സംഭവമാണെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബദാം ഇങ്ങനെ അരച്ചിട്ട് മുഖത്തിടാൻ തുടങ്ങി. പക്ഷേ ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ഉള്ളത് അപ്പപ്പോഴാണ് അത് ചെയ്യുന്നത്. പിന്നെ അരച്ച് വെച്ചാലും ഒരുമാതിരി നല്ല ക്രീമി പോലെ അത് വരാറില്ല, ഒരു തരി പോലെ മുഖത്തിരിക്കില്ല, ഒരുമാതിരി മെനക്കേടാണ്, കഴുകി കഴിഞ്ഞാൽ ഫുള്ള് പോവില്ല, എന്നാൽ നല്ല റിസൾട്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാമല്ലോ, ഇത് വെച്ചിട്ട് ഒരു ക്രീം പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഡെയിലി നൈറ്റിൽ ഇട്ടിട്ട് അങ്ങ് കിടന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇതിലന്ന് നമ്മുടെ ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ജസ്റ്റ് ബദാമിൻ്റെ ആ ഒരു പിഴിഞ്ഞ് പാലെടുത്തിട്ട്, പാലല്ലായിരുന്നു കേട്ടോ, ബദാം ഇങ്ങനെ പിഴിഞ്ഞ് എടുത്തിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് ആലോവേറ ജെല്ല് മിക്സ് ചെയ്ത് അത് മാത്രമായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ്. അതും ആദ്യത്തെ ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കുതിർത്ത ബദാമിൽ റോസ് വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അരച്ചിട്ട് അത് പിന്നെ പാലെടുക്കാൻ നിൽക്കില്ല, അതിൽ തന്നെ കുറച്ച് ആലോവേറ ജെല്ലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കാൻ തുടങ്ങി.
ഇങ്ങനെയായിരുന്നു ആദ്യം ചെയ്തത്. അപ്പോൾ ഇത് മുഖത്ത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്രീമായിട്ടിരിക്കുമല്ലോ, ഇതൊരു പാക്കായിട്ടിരിക്കും. കാരണം ഈ ബദാം എത്ര അരച്ചാലും തരി പോലെയാണല്ലോ. അതുകൊണ്ട് പിന്നീടാണ് വരുമ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്ത് നോക്കി. അപ്പം നോക്കിയപ്പം ഇതിട്ട് കിടന്നുറങ്ങാനും എളുപ്പമാണ്. രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ആദ്യത്തെ ഒരു 1-2 മാസം എനിക്ക് വലിയ റിസൾട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നീട് അങ്ങോട്ടോ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങി. പിന്നെ അതൊരു നല്ല ഗ്ലോ കിട്ടാനൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാനിതിപ്പം സ്ഥിരം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈറ്റനിങ് ക്രീമാണ് ഹോം മെയ്ഡ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഞാൻ ഇതിൽ ഈ ആലോവേറ ജെല്ലും ബദാമും മാത്രമാണ് മിക്സ് ചെയ്തത്, പിന്നാണ് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ബദാം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സ്കിൻ നല്ല ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ ആലോവേറ ജെൽ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പം ആലോവേറ ജെൽ യൂസ് ചെയ്യുന്ന മാത്രമല്ല ഇതിലൊരു തിക്കനിങ് ഏജൻറ്റ് ആയിട്ട് കൂടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിങ്ക് ഓക്സൈഡാണ്. നിങ്ങൾ കുറേ പേർക്ക് ഡൗട്ട് വേണം സിങ്ക് ഓക്സൈഡിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. എനിക്ക് പിന്നീട് എൻ്റെ ഓരോ വീഡിയോസിൽ വരുന്ന കമൻസിലും സിങ്ക് ഓക്സൈഡിനെ കുറിച്ചിട്ടൊരു ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ സിങ്ക് ഓക്സൈഡ് നമ്മൾ ഉറപ്പായിട്ടും ഇതിൽ യൂസ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വാങ്ങിയ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ സിങ്ക് ഓക്സൈഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ മുഖത്ത് കരിവാളിപ്പ് ഉണ്ടാവുക, അതായത് ഈ ടാനിങ് ആവുക എന്നുള്ളത്. ഈ ടാൻ ഇരുന്നാൽ തന്നെ നമുക്ക് ഒരിക്കലും ഒരു ഗ്ലോയിങ് സ്കിന് കിട്ടാറില്ല കേട്ടോ. നമ്മുടെ കരിവാളിപ്പ് മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ പല ഈ ഒരു സൺസ്ക്രീനിലും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ സിങ്ക് ഓക്സൈഡ്. ചില സൺസ്ക്രീൻസ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ പറയാറില്ലേ സ്കിന്ന് ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് തരുന്നതെന്ന്, അത് ഈ സിങ്ക് ഓക്സൈഡ് അതിലുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പം സിങ്ക് ഓക്സൈഡ് മസ്റ്റായിട്ടും നിങ്ങൾ യൂസ് ചെയ്യുക. ഇതിൽ ഉറപ്പായിട്ടും വേണ്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പിമ്പിളൊക്കെ വരുന്ന സ്കിന്നാണെങ്കിലാണ് ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുക. അത് എനിക്ക് പിമ്പിൾസ് ഒക്കെ വന്നൊരു സ്കിന്നായപ്പോൾ ഞാൻ ഗ്രാജുവലി കൊണ്ടുവന്നൊരു സാധനമാണ് കേട്ടോ ഈ ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിൽ ഇതിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല ഈ ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ചെറിയ രീതിയിൽ സ്കിന്നിൽ ഒരു കൂളിംഗ് തരും കേട്ടോ. അപ്പം നമുക്ക് ഭയങ്കര ഈ ഒരു തണുപ്പോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ക്രീം എടുത്തിരുമ്പോൾ ഭയങ്കര റിഫ്രഷിങ് ഫീലായിരിക്കും കേട്ടോ. ഈ ഉറങ്ങാൻ നേരത്തൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര കാമിങ് ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് തരും. പിന്നെ ഗ്ലിസറിൻ നമ്മുടെ ഡ്രൈ സ്കിന്നും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ലൊരു മോയ്സ്ചർ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അപ്പം എല്ലാത്തിൻ്റെയും സംഭവങ്ങൾ മനസ്സിലായല്ലോ. സാഫ്രോൺ എന്ന് പറയുന്നതും സ്കിൻ വൈറ്റനിങ്ങിന് പറ്റിയൊരു സാധനമാണ്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ ഞാൻ എപ്പോഴും അതും ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിലെ സംഭവങ്ങൾ. പിന്നീട് എനിക്ക് വന്നൊരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്രീം ചെയ്യുമ്പോൾ പാല് പോലെ പിരിഞ്ഞ് വരുന്നുണ്ട് ചേച്ചി, അതെന്താണെന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. ഈ ക്രീമിൽ നമ്മൾ സിങ്ക് ഓക്സൈഡ് ചേർക്കുന്നുണ്ട്. ഈ സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം ഗ്ലിസറിനിൽ മാത്രമാണ് മിക്സ് ആവുക. നമ്മുടെ വെള്ളത്തിലോ ആലോവേറ ജെല്ലിലോ മിക്സ് ആവാറില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിരിഞ്ഞ പോലെ അത് കിടക്കത്തേ ഉള്ളൂ, ഫുള്ളായിട്ട് അത് മിക്സ് ചെയ്യില്ല. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച കണക്കിന് നിങ്ങൾ ഗ്ലിസറിനിൽ സിങ്ക് ഓക്സൈഡ് പൗഡർ ഇട്ടിട്ട് ആദ്യം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ നല്ല രീതിയിൽ അത് അലിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഈ ബദാമിൻ്റെ പാലും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു കാര്യമാണ് ഈ ആലോവേറ ജെല്ലും ലാസ്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യുമല്ലോ. മിക്സ് ചെയ്യുന്ന ടൈമിലും നമുക്ക് പിരിഞ്ഞാണൊക്കെ തോന്നും, അത് പിരിഞ്ഞതല്ല കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ആലോവേറ ജെൽ ഇങ്ങനെ മിക്സ് ആവുന്ന ടൈമിൽ ഒന്ന് വാട്ടർ കൺസിസ്റ്റൻസിയും ഒന്ന് ജെൽ കൺസിസ്റ്റൻസിയും ആണല്ലോ. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആകുമ്പം ഈ ആലോവേറ ജെല്ല് ഇങ്ങനെ തരി പോലെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ മിക്സ് ആവാതെ കിടക്കും. അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ഒന്നത് ബീറ്റ് ചെയ്തെടുത്താൽ മതി, നല്ല രീതിയിൽ അത് ജോയിൻ ആയിട്ട് വരും. ഇനി ബീറ്റർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ മിക്സിൻ്റെ ചെറിയ ജാറിൽ ലാസ്റ്റ് ഈ ആലോവേറ ജെല്ലും കൂടി ഇട്ട് ഈ ക്രീം മൊത്തത്തിൽ ഒന്ന് അടിച്ചെടുക്കുക. കുറേ നേരം ഇട്ട് അടിക്കരുത് കേട്ടോ, പതയായിപ്പോവും. ഒന്ന് രണ്ട് വട്ടം ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിലും ഇത് നല്ല രീതിയിൽ ആലോവേറ ജെൽ ഇതുമായിട്ട് മിക്സായി വരും കേട്ടോ. അല്ലാതെ ഇതൊന്നും പിരിഞ്ഞു പോയതല്ല, ഇത് വേസ്റ്റ് ആവത്തുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് യൂസ് ചെയ്താലും മതി. ഇനി അതല്ല, കാരണം നമ്മൾ അല്ലെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാനാണെങ്കിൽ കുറേ നേരം എടുക്കും കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതിലും നല്ലത് നിങ്ങളൊന്നെങ്കിൽ മിക്സിയിൽ
അടിച്ചെടുക്കുക എല്ലാം കൂടെ ലാസ്റ്റ്. ഇനി അതല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പക്ഷേ നിങ്ങൾ സിങ്ക് ഓക്സൈഡ് ഇതേപോലെ ആലുവേറ ജെല്ലിലിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റായി വരില്ല കേട്ടോ. സിങ്ക് ഓക്സൈഡ് നമ്മുടെ ഗ്ലിസറിനിൽ മാത്രമേ മിക്സ് ആവാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ അത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കണേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്രീമിനെ കുറിച്ച് പറയാൻ എനിക്കുള്ളത്. ഇത് ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരുന്നൊരു സംഭവം ആയിരിക്കില്ല. നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാണ് മിനിമം ഒരു 3 months എങ്കിലും യൂസ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഇത് വെറുതെ ചെയ്യാൻ നിൽക്കുകയും ചെയ്യരുത്. എൻ്റെ അടുത്ത് വന്ന് ചെയ്തിട്ട് ഒരാഴ്ച 2 ആഴ്ച യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെന്ന് പറയുകയും ചെയ്യരുത്. ഇതൊരു 3 മാസമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. പിന്നെ ഇത് കണ്ടിന്യൂ യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ ആ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോയും ആ ഒരു ഫേസിലൊരു വെട്ടമൊക്കെ നമുക്ക് കിട്ടും, ടാനൊക്കെ മാറാറുള്ളൂ കേട്ടോ. കാരണം ഇത് ഓൾ നാച്ചുറലാണ്. ഇതിൽ കെമിക്കലായിട്ട് ഒരു പ്രിസർവേറ്റീവായിട്ട് പോലും നമ്മളൊരു സാധനം ഇതിൽ ചേർത്തിട്ടില്ല. അപ്പം അതിൻ്റേതായ ടൈം എടുക്കുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രമായിരിക്കണം യൂസ് ചെയ്യുന്നത്. കാരണം ഇത് കേടായി പോവും. അപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രമായിരിക്കും യൂസ് ചെയ്യേണ്ടത്. തണുപ്പോട് കൂടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് ഒന്ന് കണ്ടിട്ട് വരാം. കാരണം ഇത്രയും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുറേ ഡൗട്ട്സ് എനിക്ക് ഇതിനെക്കുറിച്ച് വരാറുണ്ട്. ഇപ്പോഴും എൻ്റെ വീഡിയോസിനടിയിൽ എൻ്റെ ഈ വൈറ്റനിങ് ക്രീമിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഇൻസ്റ്റയിലും ഒക്കെ എനിക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് നൈറ്റ് യൂസ് ചെയ്യുന്നത് എന്നും കൂടെ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലിരുന്ന ക്രീമാണ് കേട്ടോ. ഞാൻ എടുത്തതാണ്, നമ്മളിപ്പോൾ ചെയ്തതാണ്. എൻ്റെ തീർന്നു കേട്ടോ. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൽ ബദാമെന്നേ കുങ്കുമപ്പൂ ഉള്ളതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു മഞ്ഞ കളറിലായിരിക്കും നമുക്ക് ക്രീം കിട്ടുന്നത്. കുങ്കുമപ്പൂ ഓപ്ഷനിലാണ്. കുങ്കുമപ്പൂ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കിതൊരു വൈറ്റ് കളറിലായിരിക്കും ഈ ഒരു ക്രീം ഇരിക്കണേ. ഓക്കെ, അപ്പം ഈ ഒരു ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ രാത്രി കിടക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പായിട്ട് ഫേസ് നല്ല രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആണെങ്കിലോ, ഇനി അതല്ല നിങ്ങൾ കടലമാവൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിട്ടിട്ടോ എങ്ങനെയാണെങ്കിലും ഫേസ് നല്ല രീതിയിൽ കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കുക. അപ്പം നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതെനിക്ക് കുറച്ച് ലൂസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മളൊരു ക്രീം പോലെ അല്ല ഇടേണ്ടത്, ഒരു പാക്ക് പോലെയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് ഇട്ട് തേച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ പോലെ വരും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു പാക്ക് പോലെ ഇട്ട് കൊടുക്കുക. ഓക്കെ, കണ്ണിൻ്റെ മേളിലൊക്കെ ഇടുക കേട്ടോ. നമുക്ക് ഈ ക്രീം നമ്മുടെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഇതൊരു പാക്ക് പോലെ ഇങ്ങനെ ഫസ്റ്റ് ലെയർ ഇട്ടാൽ മതി. ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരുവിധം ഒന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ ഇതേപോലെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഫസ്റ്റ് ലെയർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാൻ നിൽക്കണ്ട, ഇതങ്ങ് ഉണങ്ങും. ഞാൻ പറഞ്ഞല്ലോ ഒരു പാക്ക് പോലെയാണെന്ന്. ഇതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ഒരു ലെയറും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. കട്ടിക്ക് ഇട്ട് കൊടുക്കണേ. ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിൽ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുറേ ഡൗട്ട്സ് വന്നു കേട്ടോ. നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു സാധനം. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണമെങ്കിൽ നിങ്ങൾ ലൈറ്റായിട്ട് ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് ഇത്തിരി നല്ല കട്ടിക്ക് വേണം, അതുകൊണ്ടാണ് ഞാൻ കട്ടിക്കിടുന്നത്. കാരണം ഞാൻ കട്ടിക്കിടുമ്പോഴാണ് എനിക്ക് കുറച്ചൊരു റിസൾട്ട് നല്ലപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, മുടിയിൽ പറ്റി. ഓക്കെ, ഈ സംഭവം നിങ്ങൾക്ക് കഴുത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കഴുത്തിലിടുന്നില്ല ഇപ്പം. ഞാനിപ്പോൾ ഇത് കാണിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ കഴുത്തിലിടുന്നില്ലേ. ഒരുപാട് ഇട്ടങ്ങ് തേച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം നമ്മൾ സിങ്ക് ഓക്സൈഡൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഇട്ടങ്ങ് തേച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ പോലെ വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതിയേ. ഞാൻ എൻ്റെ കയ്യിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ,
ഒരുപാടിട്ട് ദേ ഇങ്ങനെ അങ്ങ് തേച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുക. ഇതിനി ഉണങ്ങണം. ഇത് ഞാനിപ്പോൾ ഇത്രയും കട്ടിക്കിട്ടേക്കോട്ടെ, നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണമെങ്കിൽ ഇത്രയും കട്ടിക്ക് വേണ്ട. ഇത് നമുക്ക് ഭയങ്കര ലൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും നമ്മളെന്തോ മുഖത്ത് ഭയങ്കരമായിട്ട് ഇട്ട പോലൊരു ഫീൽ ഉണ്ടെന്നൊക്കെ തോന്നും. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാദ്യം ഒന്ന് ഉണക്കട്ടെ ഞാൻ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫാനിൻ്റെ മുമ്പിൽ നോർമൽ പോയി ഇരുന്നാൽ മതി കേട്ടോ. ഇത് വേഗം ഉണങ്ങും കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് സുഖമാണെന്നറിയാം ഇത് മുഖത്തിട്ട് കഴിയുമ്പോൾ. കാരണം നല്ലൊരു ചെറിയ തണുപ്പ് ഓൾറെഡി ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൽ ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിൽ ചേർത്തേക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൂളിംഗ് ഒക്കെ കിടുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ ഇത് മുഖത്തിട്ട് കഴിയുമ്പം. അപ്പോൾ ഇത് നമുക്ക് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മളൊരു ക്രീം ഇടുന്ന എഫക്റ്റ് നമുക്ക് ഇതിൽ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് എന്തോ ഒരു പാക്ക് ഇടുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതൊരു മാസ്ക് എന്ന് വിളിക്കാം അല്ലേ. ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് മാസ്ക് നൈറ്റിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ കേട്ടോ. നൈറ്റിലാണ് റിസൾട്ട്, ഡേ ടൈമിൽ വലിയ റിസൾട്ട് കാണില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയറിന് മുകളിലാവുന്നു കേട്ടോ. ഞാൻ അന്ന് കാണിച്ച ആ സെയിം ക്രീം തന്നെയാണ് ഞാൻ നൈറ്റിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് ഞാൻ ജെനുവിനായിട്ടായിരിക്കുമല്ലോ പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ വീണ്ടും കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇത്രയും ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഒരു മാസത്തിന് അടുപ്പിച്ച് വരും കേട്ടോ. ഇത് ഒരു മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് കേടുകൂടാതെ വെച്ചിരുന്ന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാൻ ഇത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഇത് കൊണ്ടുണ്ടാകുന്ന റിസൾട്ട്, ഇത് ഞാൻ വെറും ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഇതല്ല. ഇത് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നതെങ്കിൽ അത് ഞാൻ പിന്നീട് അത് യൂസ് ചെയ്യത്തില്ലല്ലോ. ഇതിപ്പോൾ 1 വർഷത്തിന് മുകളിലായിട്ടും ഞാൻ ഇത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ ആയിട്ട് വരുമെങ്കിൽ ഇത് ഞാൻ തുടർന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് അത്രയും നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാനിത് തുടർന്നും നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കണ്ണിനടിയിലെ കറുപ്പാണെങ്കിലോ, ഇനിയിപ്പം നമുക്ക് ഈ വെയിറ്റ് ഉള്ളവർക്ക് ഇവിടെയൊക്കെ കറുപ്പ് വരും കേട്ടോ. നല്ല രീതിയിൽ അത് വരും. അത് പോവാനൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മേജറായിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ ഇത്. പിന്നെ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുക, കൂടി ഈ ക്രീമും യൂസ് ചെയ്യുക. പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. പിമ്പിൾസ് പോയിന് മാത്രം യൂസ് ചെയ്യുക. 1-2 പിമ്പിൾസൊക്കെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. ബാക്കി എല്ലാ സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ബൈ.